ഹലോ, ഐ എം രാഖി അനിൽ. ഞാൻ കെൽട്രോൺ നോളജ് സർവീസ് പാളയം എന്ന് പറയുന്ന സ്ഥാപനത്തിൽ മോണ്ടിസറി ടീച്ചറായിട്ട് വർക്ക് ചെയ്യും. എൻ്റെ ഫാമിലിയെ പറ്റി പറയാം. എൻ്റെ ഹസ്ബൻഡ് അനിൽകുമാർ ബിസിനസ്സാണ് ചെയ്യുന്നത്. എനിക്ക് 2 ആൺമക്കളാണുള്ളത്, സാരംഗും ശ്രീറാമും. ഒരാള് MCA പഠിക്കുന്നു, രണ്ടാമത്തെ ആള് BCom പഠിക്കുന്നു. എൻ്റെ വീട്ടില് എൻ്റെ ഹസ്ബൻഡും മക്കളും കൂടാതെ എൻ്റെ അമ്മയുണ്ട്, അതോടൊപ്പം എൻ്റെ ബ്രദറിന്റെ ഫാമിലിയും കൂടെ ഉണ്ട്. ഞങ്ങളുടെ ഒരു ചെറിയ രീതിയിൽ ഒരു ന്യൂക്ലിയർ ഫാമിലി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 40ാമത്തെ വയസ്സിലാണെന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അതാണ് റിയാലിറ്റി. അതിനു മുന്നേ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്ന ചോദ്യത്തിന് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഉത്തരവും ഇല്ല. ഞാനൊരു രസതന്ത്രത്തില് ബിരുദമെടുത്ത ഒരാളാണ്. ഞാൻ ഒരു 2002 എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം തന്നെ എൻ്റെ ഒരു മാരേജ് ആയി. അതിനുശേഷം അറിയാലോ, മാരേജ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ ഫാമിലി മോഡിലേക്കായി കഴിയുമ്പം ഈ പഠനം, ജോലി എന്നുള്ളതൊന്നും മൈൻഡിലില്ലായിരുന്നു. അപ്പൊ ഫാമിലി പ്രഷർ, കുട്ടികളെ നോക്ക്, അങ്ങനെ ഒരു സ്ഥിരം വീട്ടമ്മ റുട്ടീനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഞാൻ ഏകദേശം പോയി ഒരു 15 വർഷത്തോളം എടുത്തു എനിക്ക് പല കാര്യങ്ങളും റിയലൈസ് ചെയ്യാനായിട്ട്. അതിന് കാരണമായതോ ഒരു 4 വർഷം മുന്നേ എനിക്ക് ഉണ്ടായ ഒരു അസുഖത്തെ തുടർന്നാണ് എനിക്ക് ആ തിരിച്ചറിവുകൾ ഉണ്ടായത്. ആ ടൈമില് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ളത് എൻ്റെ മൈൻഡിലില്ലായിരുന്നു, ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ളത് എൻ്റെ മൈൻഡിലില്ലായിരുന്നു. അതിന്റെ കുറേ ഭവിഷ്യത്ത് അനുഭവിച്ച ഒരാളാണ് ഞാൻ. ഒരുപാട് ഞാൻ സ്ട്രഗിൾ ചെയ്തു ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അറിയാൻ വയ്യാതെ. അഥവാ കയ്യില് എന്തെങ്കിലും ഒരു പൈസ സേവ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അത് എങ്ങനെ ചെയ്യണം, എവിടെ ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ 2018 എനിക്ക് ഒരു രോഗം പിടിപെട്ടു. വളരെ ക്രിട്ടിക്കലായ ഒരു കണ്ടീഷനിൽ ഞാൻ ICUവിൽ കിടക്കുമ്പോൾ എനിക്കൊരു തിരിച്ചറിവുണ്ടായി. ഞാൻ എൻ്റെ ജീവിതം വെച്ചിട്ട് എന്താണ് ഇത്രയും നാളും ചെയ്തത് എന്നുള്ള ഒരു തിരിച്ചറിവ്. ഞാൻ ചിന്തിച്ചു, ഞാൻ എന്ത് ചെയ്തു? കല്യാണം കഴിച്ചു, കുട്ടികളായി, അവരെ നോക്കി, അവർക്ക് നല്ല അമ്മയായി, നല്ല ഭാര്യയായി. പക്ഷെ വാട്ട് ഡിഡ് ഐ ഡു ടു മേക്ക് മൈസെൽഫ് ഹാപ്പി? എന്നെ ഹാപ്പി ആക്കാൻ ഞാൻ എന്തെങ്കിലും ചെയ്തോ? എൻ്റെ ലൈഫ് വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും ഒരു പർപ്പസ്ഫുൾ ആയിട്ട് എന്തെങ്കിലും ചെയ്തോ എന്നുള്ള ഒരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായി. ആ ഒരു ഹോസ്പിറ്റൽ ബെഡിൽ കിടന്നുകൊണ്ടാണ് ഞാനൊരു തീരുമാനം എടുത്തത്. എനിക്ക് ഇനിയും ഒരു സെക്കൻഡ് ഇന്നിങ് അറ്റ് ലൈഫ്, അതായത് ഒരു മരണതുല്യമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ കിടന്നത്. ജീവന് എൻ്റെ ജീവൻ പോലും ഡേഞ്ചർ ആയ ഉള്ള കണ്ടീഷനിൽ കിടക്കുമ്പോഴും ഞാൻ ചിന്തിച്ചത് എന്നെ പറ്റി മാത്രമാണ്. ബിക്കോസ് എപ്പോഴാണോ ഒരു സ്ത്രീ അവളെ പറ്റി മാത്രം ചിന്തിക്കുന്നത്, അവിടം തൊട്ട് ആ ഒരു സ്ത്രീ ട്രാൻസ്ഫോം ചെയ്യുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ഇറങ്ങിയത് 1 മാസം കഴിഞ്ഞിട്ടാണ്. അതിനുശേഷം ഞാൻ ഒരു കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോംഡ് ആളായിട്ടാണ് തന്നെ വന്നത്. എൻ്റെ രോഗത്തിൽ നിന്ന് റിക്കവർ ചെയ്യാൻ എനിക്ക് വീണ്ടും 3 വർഷങ്ങൾ എടുത്തു. അതിനുശേഷമാണ് 40 വയസ്സായപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് എനിക്ക് ഇനിയും ആക്ഷൻ ചെയ്യാനായിട്ടുള്ള ഒരു ടൈമാണ് എന്നുള്ളത്. ഒരു ടീച്ചർ ആകണം എന്നുള്ളത് തന്നെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു മോഹമായിരുന്നു. അതിൽ തന്നെയായിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ്. അങ്ങനെ ഞാൻ മോണ്ടിസറി ടീച്ചർ ട്രെയിനിങ്ങിനെ പറ്റി കൂടുതൽ പഠിക്കുകയും അതിനെ കൂടുതൽ ഒരു അട്രാക്റ്റഡ് ആവുകയും ചെയ്യുന്നതിലൂടെയാണ് ഞാൻ ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്നത്. ആ ഡിപ്ലോമ കോഴ്സിലൂടെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ ആരെങ്കിലും ഒബ്സർവ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുകയോ ചെയ്യണമെങ്കിൽ അത് കൊച്ചു കുട്ടികളെയാണ് നമ്മൾ കണ്ടു പഠിക്കേണ്ടത് എന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മോണ്ടിസറി ഫോളോ ചെയ്തത്. മോണ്ടിസറി ഡിപ്ലോമ ചെയ്തതിന് ശേഷം വളരെ തുച്ഛമായ ഒരു സാലറിക്ക് ഞാൻ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് വീണ്ടും അടുത്ത പടവുകൾ കയറാനായിട്ടുള്ള ടൈമായി. എപ്പോഴും ഒരു ചെറിയ കുന്നിന് മുകളിലായിട്ട് ഒരു വലിയ കുന്ന് കാണുമല്ലോ. അപ്പോൾ ഒരു ചെറിയ കുന്ന് കയറി കഴിയുമ്പോൾ നമ്മളൊരു സക്സസ് എന്ന് വിചാരിക്കാറായില്ല. ആ വലിയ കുന്നിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ അതിലൊരു PG ഇൻ മോണ്ടിസറി ട്രെയിനിങ്ങിൽ എടുത്തു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ എനിക്ക് ഉടൻ തന്നെ എനിക്ക് ജോലി ആകുകയും ചെയ്തു. പക്ഷെ അപ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ അലട്ടിയിരുന്ന ഒരു വിഷമം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ പിൻകാലത്ത് ഈ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഒരു അടിത്തറയില്ലായ്മയായിരുന്നു എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകള്, അപമാനങ്ങളൊക്കെ ഒരുപാട് സഹിച്ചത് കൊണ്ട് ഇനിയും എൻ്റെ കയ്യിൽ ഒരു 10 രൂപ കാശ് വരുമെങ്കിൽ അത് ഏത് വിധേനയും അതിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യണം എന്നുള്ളൊരു വാശി എനിക്കുണ്ടായിരുന്നു. അന്ന് മുതൽ ഞാൻ തുച്ഛമായ സാലറി ആണെങ്കിൽ പോലും അതിനകത്തുനിന്നും വളരെ ചിട്ടയായിട്ട് ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നടത്തുകയും ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ടുവരികയും ചെയ്തു. ഓരോ പൈസയ്ക്കും ഞാൻ മൂല്യം കൊടുത്തു. എൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന പൈസയ്ക്കെല്ലാം
ഞാൻ അതിനെ റെസ്പെക്റ്റോടുകൂടി തിരിച്ച് എൻ്റെ കയ്യിലേക്ക് കൊണ്ടുവരാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഡിസിപ്ലിൻ ഞാൻ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എൻ്റെ കരിയർ ആയിക്കോട്ടെ, എൻ്റെ ലൈഫ് സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ, അതൊക്കെ വളരെ നന്നായിട്ട് തന്നെ ഇമ്പ്രൂവ് ആയി പോയി. ഇപ്പോഴും എനിക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഒരുപാട് ട്രിക്സ് ആൻഡ് ട്രിപ്സ് എനിക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനായിട്ട് ആഗ്രഹമുണ്ട്. ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം കൂടിയാണ്, ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ളത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്ന ഒന്നാണെന്നുള്ളത് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു തലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ട ഒരു അവയർനെസ് ഈ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം, ഫിനാൻസ് മാനേജ്മെന്റിനെ പറ്റി തന്നെയാണ്. നമ്മുടെ സ്ത്രീകൾ ഒരുപാട് പേര് അവരുടെ ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ലാത്തതിന്റെ പേരിലാണ് വീടുകളിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവർക്ക് പലതരത്തിലുള്ള പ്രഷേഴ്സ്, പിയർ ഗ്രൂപ്പ് പ്രഷേഴ്സ്, റിലേഷൻഷിപ്പിൽ നിന്നുള്ള പ്രഷേഴ്സും എല്ലാം നേരിട്ടിട്ട് അവർക്ക് ഒരു പരിധി കഴിയുമ്പോൾ അത് താങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് പോകുന്നുണ്ട്. അതിന്റെയൊക്കെ മെയിൻ റീസൺ അവർക്കൊരു ഒരു സാമ്പത്തിക അടിത്തറ ഇല്ലാത്തതിന്റെ ഒരു കാര്യം തന്നെയാണ്. എല്ലാ സ്ത്രീകളും സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം, സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ പഠിക്കണം, അത് മാനേജ് ചെയ്യാൻ പഠിക്കണം, അത് സേവ് ചെയ്യാനും പഠിക്കണം. ഇതാണ് ഈ ഒരു സമൂഹത്തിന് ഞാൻ കൊടുക്കുന്ന ഒരു ഏറ്റവും വലിയൊരു മെസ്സേജ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു എംപവർ യുവർ സെൽഫ്. അത് തന്നെയാണ്. നിങ്ങളെ എൻകറേജ് ചെയ്യാനോ മോട്ടിവേറ്റ് ചെയ്യാനോ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനും എൻകറേജ് ചെയ്യാനും വേറെ ആരും വേണ്ട, നിങ്ങൾ തന്നെ മതി. നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ, ഒരു ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാകുകയുള്ളൂ. അതിന് എല്ലാ സ്ത്രീകളും മുൻകൈ എടുത്ത് ഇന്നു മുതൽ നിങ്ങൾ ഫിനാൻഷ്യലി ഫ്രീഡത്തിലേക്കുള്ള ആ ഒരു വഴി നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് അത് സക്സസ്ഫുൾ ആകണം എന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. എനിക്ക് ഇങ്ങനെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്ന ട്രസ്റ്റ് ബേ ഫിൻസർവ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് എനിക്ക് ഒരുപാട് നന്ദിയാണ്. കാരണം ഒരുപാടല്ലെങ്കിലും കുറച്ചെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തെ പറ്റി, മണി മാനേജ്മെന്റിനെ പറ്റി പറയാൻ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് വീണ്ടും ഞാൻ നന്ദി പറയുന്നു. ട്രസ്റ്റ് ബേ ഫിൻസർവ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ എംപവർ ഹർ ക്യാമ്പയിന്റെ ഒരു ഭാഗമാകാനും എനിക്കൊരു വലിയ ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ സംസാരിക്കാൻ തന്നതിനും ഞാൻ ട്രസ്റ്റ് ബേ ഫിൻസർവ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോട് നന്ദി അറിയിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ഫോർ ദ ഫ്യൂച്ചർ എൻഡേവേഴ്സ്.